ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾസിൻ്റെ ബേസിസിലുള്ള പ്രോബ്ലംസ് ആണ്. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ PDF of a continuous random variable x is given by f of x is equal to 1/4 if -2 less than x less than 2 and 0 otherwise. Find probability of x less than 1, probability of modulus of x less than 1, probability of modulus of x greater than 1, probability of 2x plus 3 greater than 5 and the CDF. അപ്പം ഇവിടെ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷനാണ്, കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ ആയതുകൊണ്ട് നമുക്ക് പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷനാണ് തന്നിരിക്കുന്നത്. പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ എങ്ങനെയുള്ളത്? അതിൻ്റെ റേഞ്ച് -2-ൻ്റെയും +2-ൻ്റെ ഇടയിലാണെങ്കിൽ എക്സിൻ്റെ വാല്യൂ എഫ് ഓഫ് എക്സ് വിൽ ബി ഈക്വൽ ടു 1/4. ബാക്കി എല്ലാ സ്ഥലങ്ങളിലും എഫ് ഓഫ് എക്സ് എന്താണ്? 0 ആണ്. അതായത് നമ്മളിപ്പം കംപ്ലീറ്റ് റിയൽ ലൈൻ നോക്കുകയാണെങ്കിൽ -∞ മുതൽ +∞ വരെയുള്ള റിയൽ ലൈൻ നമ്മൾ നോക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ബാക്കി എല്ലാ വാല്യൂസും ആയിക്കോട്ടെ. ഇപ്പോൾ -2, ഇവിടെ ഇപ്പോൾ -1, 0, 1, 2 അങ്ങനെ ബാക്കി വാല്യൂസൊക്കെ അങ്ങോട്ടേക്ക് ഉണ്ടാവും അല്ലേ. അതുമാതിരി ഇവിടെയും വാല്യൂസൊക്കെ ഉണ്ടാവും. പക്ഷെ നമ്മൾ കാണുന്നത് -2-ൻ്റെയും +2-ൻ്റെയും ഇടയിലാണ് എക്സ് കിടക്കുന്നതെങ്കിൽ എഫ് ഓഫ് എക്സ് വിൽ ബി ഈക്വൽ ടു 1/4. ബാക്കി എല്ലാവരുടെയും, അതായത് -∞ മുതൽ -2 വരെയുള്ള എല്ലാവരുടെയും എഫ് ഓഫ് എക്സ് വിൽ ബി ഈക്വൽ ടു 0. അതേപോലെ 2 മുതൽ ∞ വരെയുള്ള ബാക്കി എല്ലാവരുടെയും എഫ് ഓഫ് എക്സ് 0 ആണ്. അപ്പോൾ ഇതാണ് നമുക്ക് PDF തന്നതെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇനി അതിൻ്റെ ബേസിസിൽ നമ്മൾ ഓരോ പ്രോബബിലിറ്റീസ് ആണ് ഇനി കാണാൻ പോകുന്നത്. അപ്പം നമ്മളിവിടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് നമ്മൾ കാണാൻ പോകുന്നത് പ്രോബബിലിറ്റി ഓഫ് എക്സ് ലെസ് ദാൻ 1 ആണ്. അതായത് എക്സിൻ്റെ വാല്യൂ 1-നെക്കാട്ടും ചെറുതാവാനുള്ള പ്രോബബിലിറ്റിയാണ് കാണുന്നത് അല്ലേ. അപ്പോൾ എക്സിൻ്റെ വാല്യൂ 1-നെക്കാട്ടും ചെറുതാവുക എന്ന് പറഞ്ഞാൽ ഇവിടെ പ്രോബബിലിറ്റി കാണുന്നത് കണ്ടിന്യൂസ് കേസിൽ നമ്മൾ ഏതൊരു പ്രോബബിലിറ്റി കാണാൻ പറഞ്ഞാലും ഒരു കണ്ടിന്യൂസ് റാൻഡം വേരിയബിളിൻ്റെ നമ്മൾ ചെയ്യുന്നത് അയാളുടെ PDF എഫ് ഓഫ് എക്സിനെ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുക. നമ്മൾ ഡിസ്ക്രീറ്റ് കേസിൽ നമ്മൾ സമ്മാണ് ആഡ് ചെയ്യുകയാണ് ചെയ്തതെങ്കിൽ ഇവിടെ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? ഇൻ്റഗ്രേറ്റ് ചെയ്യാനാണ് പോകുന്നത്. പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ ഏത് റേഞ്ചിലാണ് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത് അത് ഇവിടെ പറഞ്ഞിരിക്കുന്ന കണ്ടീഷൻ നമുക്ക് പറഞ്ഞുതരും. അപ്പോൾ എനിക്ക് വേണ്ടത് എക്സിൻ്റെ വാല്യൂ 1-നെക്കാട്ടും ചെറുതാവണം അല്ലേ. അപ്പോൾ എക്സിൻ്റെ വാല്യൂ 1-നെക്കാട്ടും ചെറുതാവുക പറഞ്ഞാൽ ഇവിടെയാണ് 1-നെക്കാട്ടും ചെറുതാവുക പറഞ്ഞാൽ ഇവിടെ നിന്ന് തൊട്ടിട്ട് അല്ലേ ബാക്കോട്ട് പോയി -∞ വരെ പോവാം. പക്ഷേ നമ്മൾ ഈ റാൻഡം വേരിയബിളിൻ്റെ പ്രത്യേകത അതിൻ്റെ എഫ് ഓഫ് എക്സ് 1/4 എന്ന് പറഞ്ഞിട്ടുള്ള എഫ് ഓഫ് എക്സ് വെച്ചിട്ട് അത് ഏത് വരെ പോകാൻ പറ്റുള്ളൂ? -2 വരെ ബാക്കിലേക്ക് പോകാൻ പറ്റും. കാരണം -2 കഴിഞ്ഞാൽ എഫ് ഓഫ് എക്സ് വിൽ ബി ഈക്വൽ ടു 0. അപ്പോൾ എക്സിൻ്റെ വാല്യൂ 1-നെക്കാട്ടും ചെറുതാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഏത് റേഞ്ചിലാണ് ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടത്? ഇതിൻ്റെ ഏറ്റവും ചെറിയ വാല്യൂ, നമ്മൾ റാൻഡം വേരിയബിളിന് എടുക്കാൻ പറ്റുന്ന ഏറ്റവും ചെറിയ വാല്യൂ, ദറ്റ് ഈസ് -2 to 1. ശരിക്കും പറഞ്ഞാൽ -∞ to 1 ആണ് ചെയ്യേണ്ടത്. കാരണം -∞ മുതൽ -2 വരെയുള്ള എല്ലാ സ്ഥലങ്ങളിലും എഫ് ഓഫ് എക്സ് 0 ആണ്. അപ്പോൾ നോൺ സീറോ ആയിട്ടുള്ളത് തുടങ്ങുന്നത് -2 തൊട്ടിട്ടാണ്. അപ്പോൾ എഫ് ഓഫ് എക്സിന് നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു. ദാറ്റ് ഈസ് ഇൻ്റഗ്രൽ -2 to 1 എഫ് ഓഫ് എക്സ് എന്താണ്? 1/4 ആണ്. 1/4 dx ആണ്, വിച്ച് ഇസ് ഈക്വൽ ടു 1/4 ഇസ് എ കോൺസ്റ്റന്റ് അല്ലേ. അപ്പോൾ കോൺസ്റ്റന്റിനെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഇൻ്റഗ്രേറ്റ് ചെയ്താൽ എന്താണ് വരിക? 1/4 ഇൻറ്റു വിത്ത് റെസ്പെക്ട് ടു എക്സ് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എക്സ് അല്ലേ. എക്സിൻ്റെ റേഞ്ച് കൊടുക്കുക അല്ലേ. 1/4 പുറത്തേക്ക് നിൽക്കുന്നോട്ടെ, എക്സിന് റേഞ്ച് കൊടുക്കാം -2 to 1. അപ്പോൾ റേഞ്ച് കൊടുക്കുമ്പം 1/4 പുറത്തേക്കുണ്ട്. എക്സിന് അതിൻ്റെ അപ്പർ ലിമിറ്റ് ആയിട്ടുള്ള 1 ആദ്യം കൊടുക്കുന്നു, മൈനസ് ലോവർ ലിമിറ്റ് ആയിട്ടുള്ള -2 എക്സിന് കൊടുക്കുന്നു. അപ്പം 1 - -2 ദറ്റ് ഈസ് 3/4. അതാണ് നമ്മൾ ആദ്യത്തെ പ്രോബബിലിറ്റി കിട്ടുന്നത്. ഇനി നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് പ്രോബബിലിറ്റി ഓഫ് മോഡുലസ് ഓഫ് എക്സ് ലെസ് ദാൻ 1 ആണ്. ഇതാണ് നമ്മൾ രണ്ടാമത്തെ പ്രോബബിലിറ്റി വന്നിരിക്കുന്നത് അല്ലേ. അപ്പം മോഡുലസ് വരുമ്പോൾ എങ്ങനെയാണ് മാറ്റി എഴുതേണ്ടത്? നമ്മൾ മുമ്പ് ഒരു പ്രോബ്ലത്തിൽ കണ്ടിട്ടുണ്ട്. അപ്പം പിന്നെ എങ്ങനെ എഴുതും? പ്രോബബിലിറ്റി ദാറ്റ് -1 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 1. ഇവിടെ ലെസ്സേ ഉള്ളൂ, അതുകൊണ്ടാണ് ലെസ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിരിക്കുന്നത്. -1 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 1 അല്ലേ. അപ്പോൾ ഇതേ പ്രോബബിലിറ്റി കാണണമെങ്കിൽ നമ്മൾ PDF-നെ എഫ് ഓഫ് എക്സിനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യണം. ഏത് റേഞ്ചിലാണ് ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടത്? -1 മുതൽ +1 വരെയുള്ള റേഞ്ചിൽ.
അപ്പോൾ ഇവിടെ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മളോട് ചോദിച്ചിരിക്കുന്ന റേഞ്ച് നമുക്ക് ഗിവൺ റേഞ്ചിൻ്റെ ഉള്ളിലാണോ വരുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടത് -1-ൻ്റെയും +1-ൻ്റെയും ഇടയിൽ കിടക്കാനുള്ള റേഞ്ചാണ്. അപ്പോൾ -1 to +1 എന്ന് പറയുന്നത് സേഫ് ആയിട്ടുള്ളൊരു റേഞ്ചാണ്. അതായത് -2 to +2 എന്ന് പറഞ്ഞ ഗിവൺ PDF ഉണ്ടല്ലോ, അതിൻ്റെ ഉള്ളിൽ വരുന്ന ഒരു റേഞ്ചാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലൊക്കെ നമുക്ക് ധൈര്യമായിട്ട് പറയാം f(x) എന്ത് തന്നെയാണ്, 1/4 തന്നെയാണ്. ഇതിൻ്റെ പുറത്തേക്കൊക്കെ കിടക്കുമ്പോഴാണ് നമുക്ക് പ്രശ്നം വരും. അപ്പോൾ -2-ൻ്റെയും +2-ൻ്റെയും ഇടയിലുള്ള ഒരു ഇൻ്റർവെൽ തന്നെയാണ് നമുക്ക് ചോദിച്ചിരിക്കുന്നത്, -1 to +1. അവിടെ f(x) ധൈര്യമായിട്ട് നമുക്ക് പറയാം 1/4 ആണ്. അപ്പോൾ ദിസ് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ -1 to 1/4 dx അല്ലേ. അപ്പോൾ നേരത്തെ പറഞ്ഞ മാതിരി 1/4 ഒരു കോൺസ്റ്റൻ്റ് ആണ്. അതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് തന്നെയാണ് കിട്ടുക, വിത്ത് റെസ്പെക്ട് ടു x തന്നെയാണ്. ബിറ്റ്വീൻ ലിമിറ്റ്സ് -1 to +1. ദിസ് ഈസ് ഈക്വൽ ടു 1/4 ഇൻറ്റു ആദ്യം എക്സിന് അതിൻ്റെ അപ്പർ ലിമിറ്റ് ആയിട്ടുള്ള 1 കൊടുക്കുന്നു, മൈനസ് ലോവർ ലിമിറ്റ് ആയിട്ടുള്ള -1 കൊടുക്കുന്നു. 1 മൈനസ് ഓഫ് -1 എന്ന് പറഞ്ഞാൽ 1 + 1, അതായത് 2/4 ഓർ 1/2 ആണ് ഇവിടെ കിട്ടുന്ന ആൻസർ. ഇനി നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ പ്രോബബിലിറ്റി ഓഫ് മോഡുലസ് ഓഫ് x ഗ്രേറ്റർ ദാൻ 1 ആണ് അല്ലേ. അപ്പം പ്രോബബിലിറ്റി ഓഫ് മോഡുലസ് ഓഫ് x ഗ്രേറ്റർ ദാൻ 1 കാണാൻ ഒരു എളുപ്പ വഴി എന്ന് പറഞ്ഞാൽ ഈ ഇവൻറ്റിൻ്റെ നേരെ കോംപ്ലിമെൻ്റ് എടുക്കുക. x ഗ്രേറ്റർ ദാൻ 1, മോഡുലസ് ഓഫ് x ഗ്രേറ്റർ ദാൻ 1-ൻ്റെ കോംപ്ലിമെൻറ്റ്, അതായത് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് വരുന്നത് ആരാണ്, പ്രോബബിലിറ്റി ഓഫ് മോഡുലസ് ഓഫ് x ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് വരുന്ന ഇവൻ്റാണ്, അതായത് ഇതിൻ്റെ കോംപ്ലിമെൻ്റ് ആയിട്ടുള്ള വരുന്ന ഇവൻ്റാണിത്. അപ്പം ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് 1 മൈനസ് പ്രോബബിലിറ്റി ഓഫ് മോഡുലസ് ഓഫ് x ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. കാരണം നമുക്കറിയാം പ്രോബബിലിറ്റി ഓഫ് a കോംപ്ലിമെൻ്റ് ഇസ് ഈക്വൽ ടു 1 മൈനസ് പ്രോബബിലിറ്റി ഓഫ് a ആണ് എഴുതുക, നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. അത് പ്രകാരമാണ് ഇവിടെ എഴുതിയത്. ആൻഡ് കണ്ടിന്യൂസ് റാൻഡം വേരിയബിളിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ ലെസ് എന്ന് പറയുന്നതും ലെസ് ദാൻ ഓർ ഈക്വൽ ടു പറഞ്ഞാലും എല്ലാം സെയിം തന്നെയാണ്. അതായത് ഇപ്പം 1 മൈനസ് ദിസ് ഈസ് ഈക്വൽ ടു 1 മൈനസ് പ്രോബബിലിറ്റി ഓഫ് മോഡുലസ് ഓഫ് x ലെസ് ദാൻ 1 ഇത് പറയുന്നതും ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 എന്ന് പറഞ്ഞാലും എല്ലാം നമ്മൾ ചെയ്യുന്നത് -1-ൻ്റെയും +1-ൻ്റെയും ഇടയിൽ f(x) നെ ഇൻ്റഗ്രേറ്റ് ചെയ്യലാണ്. ദറ്റ് ഈസ് ഈക്വൽ ടു, ഇത് ഓൾറെഡി നമ്മൾ കണ്ടുവച്ചതായതുകൊണ്ട് 1 മൈനസ് 1/2 എന്ന് കൊടുക്കാം, വിച്ച് ഈസ് ഈക്വൽ ടു 1/2. ഇതാണ് തേർഡ് ക്വസ്റ്റ്യൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്. ഇനി നമുക്ക് ഫോർത്ത് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഫോർത്ത് ക്വസ്റ്റ്യൻ പ്രോബബിലിറ്റി ഓഫ് 2x + 3 ഇസ് ഗ്രേറ്റർ ദാൻ 5 എന്ന് വരുന്നതാണ് നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ അല്ലേ. അപ്പോൾ ഇതെങ്ങനെയാണ് സിംപ്ലിഫൈ ചെയ്യേണ്ടത്? അപ്പോൾ ഇതിനെ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇവിടെ എക്സിൻ്റെ ടേംസിൽ എഴുതണം. ഇവിടെ 2x + 3 എന്നാണ് നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ വന്നിരിക്കുന്നത്. അതിനെ വെറും x ഗ്രേറ്റർ ദാൻ സംതിങ് എന്നുള്ള രീതിയിൽ നമുക്ക് എഴുതാം. അപ്പം എക്സ് മാത്രം ഒറ്റയ്ക്ക് നിർത്തണമെങ്കിൽ ആദ്യം 3നെ ഞാൻ ഇപ്പുറത്തെ സൈഡിലേക്ക് കൊണ്ടുവരികയാണ്. അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് 2x ഗ്രേറ്റർ ദാൻ ഇവിടെ 5 ഉണ്ട്, +3 അങ്ങോട്ട് പോയപ്പം -3 ആയി. ദറ്റ് ഈസ് ദിസ് ഈസ് പ്രോബബിലിറ്റി ഓഫ് 2x ഗ്രേറ്റർ ദാൻ 2 ആണ് അല്ലേ, വിച്ച് ഈസ് ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് ഇവിടെ x ഗ്രേറ്റർ ദാൻ 2x ആണ്. അപ്പം x ഗ്രേറ്റർ ദാൻ 2/2, ഈ 2നെ ഇപ്പുറത്തെ സൈഡിലേക്ക് കൊണ്ടുവന്നു. or the question is probability of x greater than 1. അപ്പോൾ ഈ റേഞ്ചിലുള്ള x greater than 1 എന്ന് പറഞ്ഞ പ്രോബബിലിറ്റിയാണ് നമുക്ക് കാണേണ്ടത്. അപ്പോൾ x greater than 1 എന്ന് പറഞ്ഞാൽ നമുക്ക് നോക്കാം. നമ്മളെ PDF ഉള്ളത് -2-ൻ്റെയും +2-ൻ്റെയും ഇടയിലാണ്. നമ്മളെ f(x) എന്തുള്ളത് 1/4 എന്ന് പറയുന്ന f(x) ഉള്ളത്. ബാക്കി എല്ലാവരുടെയും f(x) 0 ആണ്. അപ്പോൾ നമ്മളെ 1 വന്നിരിക്കുന്നത് ഇതിൻ്റെ ഇടയിലാണ് അല്ലേ. അപ്പോൾ 0 ഇവിടെ 1 വന്നിട്ടുണ്ട് അല്ലേ, ഇവിടെ -1 വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് വേണ്ടത് x ഗ്രേറ്റർ ദാൻ 1 ആണ്. അപ്പോൾ എക്സിൻ്റെ വാല്യൂ 1-നെക്കാട്ടും കൂടുതലാണെങ്കിൽ ഇതിന് ഏതുവരെ പോവാം, 1 മുതൽ ഇൻഫിനിറ്റി വരെ പോവാം. പക്ഷെ നമ്മളെ റേഞ്ച് ഏതുവരെ കിടക്കുന്നുള്ളൂ, +2 വരെയേ 1/4 f(x) ഉള്ളൂ, ബാക്കിയൊക്കെ 0 ആണ്. അപ്പോൾ x ഗ്രേറ്റർ ദാൻ 1 എന്ന് പറഞ്ഞാൽ ഞാൻ ഏത് റേഞ്ച് എടുത്താൽ മതി, 1 to 2 എന്ന് പറയുന്ന ഈ റേഞ്ചിൽ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മതി. അപ്പോൾ x ഗ്രേറ്റർ ദാൻ 1 എന്ന് പറഞ്ഞാൽ ഞാൻ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പോകുന്നത് ഇൻ്റഗ്രൽ 1 to 2 f(x) dx, which is equal to integral 1 to 2 f(x) is 1/4 dx, which is equal to 1/4 into x between limits 1 and 2, which is equal to 1/4 into x-ന് ആദ്യം അപ്പർ ലിമിറ്റ് ആയിട്ടുള്ള 2 കൊടുക്കുക, മൈനസ് ലോവർ ലിമിറ്റ് ആയിട്ടുള്ള 1 കൊടുക്കുക.
ബട്ട് ദിസ് ഇസ് 1/4. ഇതാണ് നമ്മൾ റിക്വയർഡ് ആയിട്ടുള്ള ആൻസർ. അടുത്തായിട്ട് നമ്മൾ ക്യുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ CDF ആണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പോൾ CDF ഇസ് ക്യാപിറ്റൽ f(x) which is equal to probability of capital X less than or equal to small x ആണ്. അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ ആയതുകൊണ്ട് ദാറ്റ് ഈസ് ഈക്വൽ ടു -∞ ടു x f(x) dx. അതായത് ഇവിടെ CDF കണ്ടുപിടിക്കുന്നത് ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടാണ് പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷന് ഏത് റേഞ്ചിൽ -∞ മുതൽ x വരെ. x എന്ന് പറഞ്ഞാൽ ഞാൻ ഈ f(x)ൻ്റെ ഉള്ളിൽ കൊടുക്കുന്നില്ലേ, ആ x വരെ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടാണ് f(x)നെ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യുമ്പം നമ്മളെ റേഞ്ചിനൊരു വ്യത്യാസം ഉണ്ടല്ലോ. നമ്മൾ -∞ മുതൽ +∞ വരെയുള്ള എല്ലാ വാല്യൂസിലും നമുക്ക് ഒരേ f(x) അല്ല കിടക്കുന്നത് അല്ലേ. നമ്മളെ റേഞ്ച് എങ്ങനെയാണ്? -∞ മുതൽ +∞ -2 മുതൽ +2 വരെയുള്ള ആ ഒരു ഇൻ്റർവെൽ ഉണ്ടല്ലോ, അവിടെ മാത്രമാണ് നമുക്ക് f(x) എന്തായിട്ട് വരുന്നത്? 1/4 ആയിട്ട് വരുന്നത്. ബാക്കിയുള്ള എല്ലാവിടെയും f(x) 0 ആണ്. ബാക്കിയുള്ള എല്ലാവിടെയും പറയുമ്പം -∞ മുതൽ -2 വരെയുള്ള ഈ സ്ഥലത്ത് അവിടെ f(x) എന്തായിരിക്കും? 0 ആയിരിക്കും. അതുമാതിരി 2 മുതൽ +∞ വരെ ഇവിടെയും f(x) 0 ആയിരിക്കും. അപ്പോൾ ഇങ്ങനെ വ്യത്യസ്തമായിട്ട് 3 ഭാഗങ്ങളായിട്ട് നമുക്ക് നമ്മളെ -∞ ടു +∞ പറഞ്ഞിരിക്കുന്ന കംപ്ലീറ്റ് റിയൽ ലൈനെ ഡിവൈഡ് ചെയ്യും. അപ്പോൾ ഇങ്ങനെയുള്ള ഈ റിയൽ ലൈനിലുള്ള എല്ലാ വാല്യൂസ് വെച്ചിട്ടുമാണ് നമ്മൾ എക്സ് വാല്യൂ f(x) കണ്ടുപിടിക്കുന്നത്. എല്ലാ എക്സ് വാല്യൂസും ഏത് എക്സ് വാല്യൂ കൊടുത്താലും -∞യുടെയും +∞ ഇടയിലുള്ള ഏത് എക്സ് വാല്യൂ കൊടുത്താലും എനിക്ക് ക്യാപിറ്റൽ f(x) എന്താണെന്ന് പറയാൻ സാധിക്കണം. അപ്പോൾ ഞാൻ എക്സ് എടുക്കാൻ പോകുന്ന ഇൻ്റർവെല് തുടർച്ചയായിട്ട് ഒരേ ഇൻ്റർവെല്ലിൽ ഒരേ f(x) കിട്ടാത്തത് കൊണ്ട് -∞ മുതൽ +∞ വരെ നമ്മൾ എക്സ് കൊടുക്കുന്ന ആ ഇൻ്റർവെല്ലിനെ ഞാൻ 3 കഷ്ണങ്ങളായിട്ട് മുറിക്കുകയാണ്. ഫസ്റ്റ് പീസ് ഏതാണ്? -∞ മുതൽ -2 വരെയുള്ള പീസ്. രണ്ടാമത്തത് ഏതാണ്? എക്സിൻ്റെ വാല്യൂ -2ൻ്റെയും +2ൻ്റെ ഇടയിൽ കിടക്കുന്ന ഒരു എക്സ് വരുമ്പോൾ. അടുത്തത് 2ൻ്റെയും +∞ ഇടയിലുള്ള ഒരു എക്സ് വരും. അങ്ങനെ 3 കഷ്ണങ്ങളായിട്ടാണ് ഞാൻ എൻ്റെ കംപ്ലീറ്റ് റിയൽ ലൈനെ മുറിച്ചിരിക്കുന്നത്. എന്നിട്ട് ഓരോ ഇൻ്റർവെല്ലിൽ നിന്നുള്ള എക്സ് പോകുമ്പോഴും എന്തായിരിക്കും f(x) എന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ആദ്യം എടുക്കുന്ന റേഞ്ച്, ഫസ്റ്റ് റേഞ്ച് ഏതാണ്? -∞ മുതൽ -2 വരെയുള്ള റേഞ്ച്. അതായത് -∞ ലെസ് ദാൻ എക്സ് ലെസ് ദാൻ -2 എന്ന് പറഞ്ഞ റേഞ്ച്. അതായത് -2ൻ്റെയും -∞യുടെയും -2ൻ്റെ ഇടയിലുള്ള ഒരു എക്സ് ആണ് ഈ f(x) എന്ന് പറഞ്ഞിട്ടുള്ള ഇതിൻ്റെ ഉള്ളിലേക്ക് ഞാൻ പോകാൻ പോകുന്നത്. അതായത് ഇറ്റ് ക്യാൻ ബി -17, ഇറ്റ് ക്യാൻ ബി -5.2, ഇറ്റ് ക്യാൻ ബി -3. അതായത് -∞ൻ്റെയും -2ൻ്റെ ഇടയിലുള്ള ഏതോ ഒരു എക്സ് ഞാൻ ഇവിടേക്ക് പറഞ്ഞയച്ചു. അപ്പം എൻ്റെ ഡെഫിനിഷൻ പ്രകാരം ഞാൻ എന്ത് ചെയ്യണം? -∞ മുതൽ ഞാൻ എടുത്തിരിക്കുന്ന എക്സ് വരെ, ആ എക്സ് വരെ ഞാൻ f(x)നെ ഇൻ്റഗ്രേറ്റ് ചെയ്യുകയാണ് വേണ്ടത് അല്ലേ. ഇപ്പോൾ എൻ്റെ എക്സ് എവിടെയാണ് കിടക്കുന്നത്? -∞ൻ്റെയും 2ൻ്റെ ഇടയിലുള്ള ഏതോ ഒരു എക്സ് ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടത് -∞ മുതൽ ഈ എക്സ് വരെയുള്ള റേഞ്ചിലാണ് അല്ലേ. അപ്പോൾ ഈ എക്സ് വരെയുള്ള റേഞ്ചിൽ എൻ്റെ f(x) എന്താണ്? 0 അല്ലേ. അപ്പം ഞാൻ ഇൻ്റഗ്രേറ്റ് ചെയ്യണത് 0നെയാണ്. -∞ ടു x 0 dx which is equal to 0. അതായത് -∞യുടെയും -2ൻ്റെയും റേഞ്ചിൽ f(x) എന്താ വന്നിരിക്കുന്നത്? ക്യാപിറ്റൽ f(x) 0 ആണ്. ഞാൻ അടുത്ത റേഞ്ചാണ് എടുക്കാൻ പോകുന്നത്. അത് അടുത്ത റേഞ്ച് എന്ന് പറഞ്ഞാൽ എക്സ് -2ൻ്റെയും +2ൻ്റെയും ഇടയിൽ കിടക്കുന്ന ഒരു എക്സ് ആണ് ഞാൻ എടുക്കാൻ പോകുന്നത് അല്ലേ. അപ്പോൾ ഞാനൊന്നും കൂടി എൻ്റെ റിയൽ ലൈൻ വരയ്ക്കാം. ഇവിടെ -∞, ഇവിടെ -2, ഇവിടെ +2, ഇവിടെ +∞ അല്ലേ. അപ്പോൾ ഞാൻ എക്സ് എടുക്കുന്നത് എവിടെയാണ്? ഞാൻ എക്സ് എടുക്കുന്നത് ഈ -2ൻ്റെയും +2 എന്ന് പറഞ്ഞ ഈ 2 വാല്യൂസിൻ്റെ ഇടയിലുള്ള ഒരു എക്സ് വാല്യൂ ആണ് ഞാൻ എടുക്കുന്നത്. ഓക്കെ, അതിൻ്റെ ഇടയിൽ ചിലപ്പോൾ -1 ആയിരിക്കാം, -1.5 ആയിരിക്കാം, 0 ആയിരിക്കാം, അല്ലെങ്കിൽ 1.35 ആയിരിക്കാം. അങ്ങനെ ഏത് വാല്യൂ -2ൻ്റെയും +2ൻ്റെ ഇടയിലുള്ള ഏതോ ഒരു വാല്യൂ ആണ് ഞാൻ എൻ്റെ f(x)ന് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം? -∞ മുതൽ ഞാൻ എടുത്ത എക്സ് വാല്യൂ വരെ എൻ്റെ f(x)നെ ഇൻ്റഗ്രേറ്റ് ചെയ്യും. -∞ ടു x f(x) dx ആണ് ഞാൻ ചെയ്യേണ്ടത് അല്ലേ. പക്ഷെ നോക്കൂ, നമ്മൾ കംപ്ലീറ്റ് റേഞ്ചിൽ ഒരേ f(x) ആണോ? അല്ല. -∞ മുതൽ -2 വരെയുള്ള ആ സ്ഥലത്ത് f(x) 0 ആണ്. -2 കടന്നു കഴിഞ്ഞാലാണ് f(x) എന്ത് വരാൻ പോകുന്നത്? 1/4 വരാൻ പോകുന്നത്. അതിങ്ങനെ തുടർന്നുകൊണ്ട് പോകും. +2 വരെ എല്ലാം എന്താണ്? 1/4 തന്നെയാണ് f(x) വരുന്നത്.
അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന റേഞ്ച് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ഒരേ എഫ് ഓഫ് എക്സ് വരുന്ന റേഞ്ച് അല്ല. അപ്പം മാറ്റം വരുന്നൊരു പോയിന്റ് ഉണ്ടല്ലോ, -2 എന്നാണ് ആ മാറ്റം വരുന്നത്. അവിടെ വെച്ചിട്ട് ഞാൻ ഈ റേഞ്ചിനെ 2 കഷ്ണങ്ങളായിട്ട് മുറിക്കുകയാണ്. അപ്പോൾ ഫസ്റ്റ് റേഞ്ചിന് ഞാൻ എങ്ങനെ ചെയ്യുന്നു, ദിസ് ഇസ് ഇൻ്റഗ്രൽ -∞ ടു -2 എന്ന് പറഞ്ഞൊരു പീസ് എഫ് ഓഫ് എക്സ് ഡി എക്സും, പിന്നെ അടുത്ത പീസ് ഏതാണ്, -2 മുതൽ ഞാൻ എടുത്ത എക്സ് വരെ എഫ് ഓഫ് എക്സ് ഡി എക്സ്. ഓർക്കണം, ഞാൻ എടുത്തിരിക്കുന്ന എക്സ് -2ൻ്റെയും +2ൻ്റെയും ഇടയിൽ കിടക്കുന്ന ഒരു എക്സാണ്. ഇങ്ങനെ നോക്കുമ്പം -∞യുടെയും -2ൻ്റെയും ഇടയിൽ എഫ് ഓഫ് എക്സ് എന്താണ്, ഇവിടെ 0 ആണ്. ഇൻ്റഗ്രൽ -∞ ടു -2 0 ഡി എക്സ്. -2 ഇങ്ങോട്ട് കടന്നു കഴിഞ്ഞാൽ ഞാൻ എടുത്തിരിക്കുന്ന എക്സ് വരെ, ഇതിൻ്റെ ഉള്ളിലുള്ളൊരു എക്സ് ആയതുകൊണ്ട് തന്നെ എൻ്റെ എഫ് ഓഫ് എക്സ് എന്താണ്, 1/4 ഡി എക്സ് ആണ് അല്ലേ. അപ്പോൾ ദാറ്റ് ഈസ് ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ആദ്യത്തെ വാല്യൂ 0 ആയി, പ്ലസ് രണ്ടാമത്തത് -2 ടു എക്സ് 1/4 ഡി എക്സ് എന്നാണ് വന്നിരിക്കുന്നത്, വിച്ച് ഇസ് ഈക്വൽ ടു, ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പം 1/4 എക്സ് എന്ന് വരും. എക്സിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടത് ഏത് ലിമിറ്റ്സിലാണ്, എക്സിൻ്റെ റേഞ്ച് കൊടുക്കേണ്ടത് -2ൻ്റെയും എക്സിൻ്റെയാണ് അല്ലേ. ദാറ്റ് ഈസ് ഈക്വൽ ടു 1/4 ഇൻറ്റു എക്സിന് അതിൻ്റെ അപ്പർ ലിമിറ്റ് ആയിട്ടുള്ള എക്സ് തന്നെ കൊടുക്കുക. അപ്പോൾ എക്സ് മൈനസ് എക്സിൻ്റെ സ്ഥാനത്ത് ലോവർ ലിമിറ്റ് ആയിട്ടുള്ള -2 കൊടുക്കുക. അപ്പോൾ എന്താ വരുന്നത്, x+2 ഡിവൈഡഡ് ബൈ 4. ഇതാണ് നമ്മളെ ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് വരുന്നത്. ഏത് റേഞ്ചിലാണ്, എക്സ് കൊടുത്താലാണ് -2ൻ്റെയും +2ൻ്റെയും ഇടയിലുള്ള എക്സ് കൊടുത്തത്. ഇവിടെ നമ്മൾ ലെസ് എഴുതുന്നതും ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഴുതുന്നതും ഒന്നൊരു വ്യത്യാസമില്ല, കാരണം ഇത് കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ ആണ്. അതിലങ്ങനെ ഒഴുകിയിരിക്കുന്ന ആളാണ്, ഇത് കറക്റ്റ് ഓരോ പോയിന്റുകൾ നിൽക്കാത്ത ആളാണ്. അപ്പം നമുക്ക് ഇങ്ങനെ എഴുതിയാലും മതി. ഇനി ഞാൻ അടുത്ത റേഞ്ച്, ലാസ്റ്റ് റേഞ്ചാണ് ഞാൻ നോക്കുന്നത്. അടുത്ത പീസ് ഏതാണ്, 2 ടു ഇൻഫിനിറ്റി. ഇതിൻ്റെ ഉള്ളിലുള്ളൊരു എക്സ് ആണ് ഞാൻ എടുക്കാൻ പോകുന്നത് അല്ലേ. അപ്പോൾ അടുത്ത റേഞ്ച് 2 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ഇൻഫിനിറ്റി. ആ റേഞ്ചിലുള്ള ഒരു എക്സ് ആണ് ഞാൻ ഈ എഫ് ഓഫ് എക്സിൻ്റെ ഉള്ളിൽ, രണ്ടിനെക്കാട്ടും വലിയ ഏത് നമ്പറും, ഇപ്പോൾ എഫ് ഓഫ് 3 ആവാം, എഫ് ഓഫ് 4.2 ആയിരിക്കാം, എഫ് ഓഫ് 6 ആയിരിക്കാം, ഏത് നമ്പർ, എനി നമ്പർ ബിറ്റ്വീൻ 2 ആൻഡ് ഇൻഫിനിറ്റി, അതാണ് എക്സിൻ്റെ ഉള്ളിൽ കൊടുക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, -∞ ടു ഞാൻ എടുത്തിരിക്കുന്ന എക്സ് വരെ എഫ് ഓഫ് എക്സിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യണം. ഈ എഫ് ഓഫ് എക്സ് എവിടെയാണ് കിടക്കണം, ഈ എക്സ് എവിടെയാണ് കിടക്കണം നമുക്ക് നോക്കാം. അപ്പോൾ എവിടെയാണുള്ളത്, -∞ +∞ എന്ന് പറഞ്ഞ റേഞ്ച്, -2ൻ്റെയും +2ൻ്റെ ഇടയിൽ നമ്മൾ എഫ് ഓഫ് എക്സ് 1/4, ബാക്കി എല്ലാവരുടെയും 0. എൻ്റെ എക്സ് എവിടെയാണ് കിടക്കുന്നത്, 2ൻ്റെയും +∞ ഇടയിൽ, അതായത് നമ്മൾ ഈ റേഞ്ചൊക്കെ കഴിഞ്ഞ് അതിൻ്റെ അപ്പുറത്തേക്കാണ് കിടക്കുന്നത് അല്ലേ. അപ്പോൾ ഞാൻ ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടത് ഏത് മുതലാണ്, -∞ മുതൽ ഞാൻ എടുത്തിരിക്കുന്ന എക്സ് വരെയാണ് ഞാൻ എഫ് ഓഫ് എക്സിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടത് അല്ലേ. നോക്കൂ, പക്ഷേ -∞ മുതൽ ഞാൻ എടുത്തിരിക്കുന്ന എക്സ് വരെ തുടർച്ചയായിട്ട് ഒരേ എഫ് ഓഫ് എക്സ് ആണോ, അല്ല. ഇവിടെ 2 മാറ്റങ്ങൾ വരുന്നുണ്ട്. അതായത് -∞ മുതൽ -2 വരെ എഫ് ഓഫ് എക്സ് 0, പിന്നെ -2 അങ്ങോട്ട് കടന്നു കഴിഞ്ഞാൽ +2 വരെ എഫ് ഓഫ് എക്സ് 1/4 ആണ്. നമ്മളുടെ എക്സ് നിൽക്കുന്നത് ഈ 2ൻ്റെ അപ്പുറത്താണ് അല്ലേ. അപ്പം 2 കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇൻഫിനിറ്റി ആവുന്നവരെ എഫ് ഓഫ് എക്സ് ഇസ് എഗെയിൻ 0. അപ്പോൾ എൻ്റെ റേഞ്ചിനെ നമ്മൾ 2 കഷ്ണങ്ങളായിട്ടല്ല, അവിടെ 3 കഷ്ണങ്ങളായിട്ടാണ് മുറിക്കേണ്ടത്. ഫസ്റ്റ് പീസ് എന്താണ്, -∞ ടു -2, അതിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യണം. അടുത്ത പീസ് -2 ടു +2, ആ റേഞ്ചിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യണം. പ്ലസ് അടുത്ത റേഞ്ച് ഏതാണ്, 2 ടു ഞാൻ എടുത്തിരിക്കുന്ന എക്സ് വരെ, അതുവരെ ഇൻ്റഗ്രേറ്റ് ചെയ്യണം. അപ്പോൾ അങ്ങനെ ഞാൻ എൻ്റെ ഇൻ്റഗ്രലിനെ 3 പീസുകളായിട്ട് മുറിക്കാൻ പോവുകയാണ്. അപ്പോൾ ഇൻ്റഗ്രൽ -∞ ടു ആദ്യത്തെ പീസ് -2, തുടർച്ചയായിട്ട് ഒരേ എഫ് ഓഫ് എക്സ് വരുന്ന കഷ്ണങ്ങളായിട്ടാണ് മുറിക്കുന്നത്. പ്ലസ് അടുത്ത പീസ് ഏതാണ്, ഇൻ്റഗ്രൽ -2 ടു +2 എഫ് ഓഫ് എക്സ് ഡി എക്സ്. ആൻഡ് ലാസ്റ്റ് പീസാണ് 2 ടു എക്സ്, ഇൻ്റഗ്രൽ 2 ടു എക്സ് എഫ് ഓഫ് എക്സ് ഡി എക്സ്. അപ്പോൾ ഇങ്ങനെ എടുത്തതിൻ്റെ സൗകര്യം എന്താണെന്ന് വെച്ചാൽ, -∞ ടു -2 എന്ന് പറഞ്ഞ റേഞ്ച്, ഈ റേഞ്ച് അല്ലേ, അവിടെ എഫ് ഓഫ് എക്സ് എന്താണ്, 0 ആണ്. -∞യുടെയും -2ൻ്റെയും ഇടയിൽ എഫ് ഓഫ് എക്സ് 0 ആണ്, 0 ഡി എക്സ്. പ്ലസ് ഈ റേഞ്ച് -2ൻ്റെയും +2ൻ്റെ ഇടയിൽ എഫ് ഓഫ് എക്സ് എന്താണ്, 1/4 ആണ്. ഇൻ്റഗ്രൽ -2 ടു 2, അവിടെ എഫ് ഓഫ് എക്സ് 1/4 ഡി എക്സ്. പ്ലസ് ലാസ്റ്റ് റേഞ്ചിലേക്ക് വരികയാണ് 2 ടു എക്സ്, അതായത് നമ്മളെ റേഞ്ച് കഴിഞ്ഞു അല്ലേ. 2ൻ്റെ അപ്പുറത്തേക്ക് പോകുമ്പോൾ എഫ് ഓഫ് എക്സ് എഗെയിൻ 0 ഡി എക്സ്. അപ്പോൾ ഈ 2 ടേമുകൾ 0 ആയിപ്പോയി. നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടപ്പോൾ ഇനി ആരെ മാത്രമാണ്, ഇൻ്റഗ്രൽ -2 ടു 2
1/4 dx. ഇയാളെ മാത്രം ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മതി. ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ 1/4 ഇൻറ്റു ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ കോൺസ്റ്റൻ്റ് ആകുമ്പോൾ എക്സ് ബിറ്റ്വീൻ ലിമിറ്റ്സ് -2 to +2. റേഞ്ച് കൊടുക്കാം 1/4. എക്സിന് അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ 2 മൈനസ് ലോവർ ലിമിറ്റ് കൊടുത്താൽ -2. അപ്പോൾ 2 -2 ദറ്റ് ഈസ് 4. 4/4 എന്നാണ് വന്നിരിക്കുന്നത്. ദറ്റ് ഈസ് ഈക്വൽ ടു 1. അപ്പോൾ നമുക്ക് തന്നെ 3 കഷ്ണങ്ങളായിട്ടാണ് നമുക്ക് എഫ് ഓഫ് എക്സ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയാത് നോക്കാം. അപ്പോൾ ഫസ്റ്റ് പീസ് -∞ (x (-2). അപ്പോൾ എഫ് ഓഫ് എക്സ് 0 ആണ് വന്നിരിക്കുന്നത്. രണ്ടാമത്തത് -2 (x (+2). രണ്ടാമത്തെ പീസ് അവിടെ എഫ് ഓഫ് എക്സ് എന്താ വന്നിരിക്കുന്നത്? അവിടെ x+2 / 4. ആൻഡ് ലാസ്റ്റ് പീസ് 2 to ഇൻഫിനിറ്റീൻ്റെ ഇടയിൽ 2 (x (∞). അവിടെ എപ്പോഴും ലാസ്റ്റ് ഇതിലേക്ക് വരുമ്പോഴേക്ക് എഫ് ഓഫ് എക്സ് 1 വരും. അപ്പോൾ ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഒന്നായിട്ട് എടുത്തിട്ട് എഫ് ഓഫ് എക്സിനെ എഴുതാം. അപ്പോൾ CDF ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 0 if -∞ (x (-2). This is equal to x+2 / 4 if -2 (x (+2). And that is equal to 1 if x is greater than 2. ഇങ്ങനെയാണ് നമ്മൾ CDFനെ ഒന്നായിട്ട് എടുത്തിട്ട് എഴുതുന്നത്. Question: Examine whether f of x defined below is a PDF. f of x is equal to 3 + 2x / 18, 2 less than or equal to x less than or equal to 4, and 0 otherwise. If f of x is a PDF, find probability of 2.5 less than x less than 3.5, probability of x greater than or equal to 3, and probability of 1 less than x less than 3. ഇതാണ് നമ്മളെ ക്വസ്റ്റ്യൻ. അപ്പോൾ ആദ്യം നമുക്ക് ചെക്ക് ചെയ്യേണ്ടത് ഈ തന്നിരിക്കുന്ന എഫ് ഓഫ് എക്സ് ഒരു PDF ആണോ എന്നാണ് ചെക്ക് ചെയ്യേണ്ടത്. അപ്പം ഒരു തന്നിരിക്കുന്ന ഒരു ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് PDF ആവണമെങ്കിൽ അത് 2 കണ്ടീഷൻസ് അനുസരിച്ചിരിക്കണം. അത് ഒന്നാമത്തെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് എക്സ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ഫോർ എവ്രി എക്സ്. എല്ലാ എക്സുകൾക്ക് വാല്യൂസിലും എഫ് ഓഫ് എക്സ് എന്തായിരിക്കണം? പോസിറ്റീവ് വാല്യൂസ് ആയിരിക്കണം. അപ്പോൾ ഇവിടെ എക്സിൻ്റെ വാല്യൂ 2 കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? 3 + 2 × 2 ദറ്റ് ഈസ് 4/18 എന്നാണ് വരിക, വിച്ച് ഈസ് എ പോസിറ്റീവ് വാല്യൂ. 7/18 വിച്ച് ഈസ് പോസിറ്റീവ്. അതുമാതിരി 4 കൊടുക്കുകയാണെന്ന് വെച്ചാലും, അതായത് ഈ റേഞ്ചിലുള്ള ഏത് വാല്യൂ കൊടുക്കുകയാണെങ്കിലും എനിക്ക് എന്ത് പറയാം? എഫ് ഓഫ് എക്സ് ഇസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. മറ്റൊരു കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് എക്സ് PDF ആവണമെങ്കിൽ ടോട്ടൽ PDF ദറ്റ് ഈസ് ഇൻ്റഗ്രൽ ഓവർ എക്സ് എഫ് ഓഫ് എക്സ് DX ഞാൻ കാണുകയാണെങ്കിൽ അതിൻ്റെ വാല്യൂ എനിക്ക് 1 എന്ന് കിട്ടണം. അപ്പം നമ്മളെ എഫ് ഓഫ് എക്സിൻ്റെ റേഞ്ച് എന്ന് പറഞ്ഞാൽ 2 മുതൽ 4 വരെയുള്ള റേഞ്ചാണ്. അവിടെ നമ്മൾ എഫ് ഓഫ് എക്സിനെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ 1 കിട്ടുന്നുണ്ടോ എന്നാണ് നമുക്ക് നോക്കേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ നോക്കുകയാണ് ഇൻ്റഗ്രൽ ഓവർ എക്സ് എഫ് ഓഫ് എക്സ് DX ആണ് നമ്മൾ നോക്കുന്നത്. ദാറ്റ് ഈസ് ഇൻ്റഗ്രൽ 2 to 4 എഫ് ഓഫ് എക്സ് ഇസ് 3 + 2x / 18 dx. അല്ലേ? ദിസ് ഇസ് ഈക്വൽ ടു, ഇവിടെ 1/18 ഒരു കോൺസ്റ്റൻ്റ് ആണ്, അത് നമ്മൾ ഇൻ്റഗ്രലിൻ്റെ പുറത്തേക്ക് വെച്ചു. ഇൻ്റഗ്രൽ അപ്പോൾ 1/18 ഇൻ്റഗ്രൽ 2 to 4 3 + 2x dx. ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്, വിച്ച് ഇസ് ഈക്വൽ ടു 1/18. 3നെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ 3 ഒരു കോൺസ്റ്റൻ്റ് ആണ്, അപ്പോൾ 3x എന്ന് കിട്ടുന്നു. പ്ലസ് 2xനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ 2 × എക്സിൻ്റെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്നത് x²/2 എന്ന്. അല്ലേ? ഇവിടെ നമുക്ക് മനസ്സിലായി ഈ 2ഉം ക്യാൻസൽ ചെയ്യും. അപ്പോൾ 3x + x² എന്നാണ് വരുന്നത് ബിറ്റ്വീൻ ലിമിറ്റ്സ് 2 and 4, വിച്ച് ഇസ് ഈക്വൽ ടു 1/18 × ഇവിടെ എക്സിന് ഞാൻ ആദ്യം അപ്പർ ലിമിറ്റായിട്ടുള്ള 4 കൊടുക്കുന്നു, മൈനസ് എന്ത് ചെയ്യുന്നു? അടുത്ത ലോവർ ലിമിറ്റായിട്ടുള്ള 2ഉം കൊടുക്കും. അപ്പോൾ ആദ്യം 4 കൊടുക്കുമ്പോൾ 3 × 4 ദറ്റ് ഈസ് 12 പ്ലസ് 4² x² ആണ്. അപ്പോൾ ഇവിടെ 4² ആണ് വരിക, അപ്പോൾ 16 മൈനസ് ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ കൊടുക്കാം 3 × 2 ദറ്റ് ഈസ് 6 പ്ലസ് 2² ദറ്റ് ഈസ് 4. ഇതാണ് വരുന്നത്, വിച്ച് ഈസ് ഈക്വൽ ടു 1/18 × 12 + 16 - 6 + 4 ദറ്റ് ഈസ് 10.
ഇതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരുന്നു 18/18 എന്ന് വരുന്നു, വിച്ച് ഇസ് ഈക്വൽ ടു 1. അപ്പോൾ നമുക്ക് എന്ത് പറയാം, ഇൻ്റഗ്രൽ ഓവർ എക്സ് എഫ് ഓഫ് എക്സ് ഡി എക്സ് 1 കിട്ടി. അപ്പോൾ നമുക്ക് പറയാം ദ ഗിവൺ എഫ് ഓഫ് എക്സ് ഇസ് എ PDF, ഇറ്റ്സ് എ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ എന്ന് നമുക്കിവിടെ പറയാം. അപ്പോൾ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ഇതൊരു പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ ആണെങ്കിൽ നമുക്ക് കുറച്ച് പ്രോബബിലിറ്റീസ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൽ വന്ന ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഫൈൻഡ് പ്രോബബിലിറ്റി ഓഫ് 2.5 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 3.5. ഇതാണ് നമുക്ക് ആദ്യം കണ്ടുപിടിക്കേണ്ടത്. ദാറ്റ് ഈസ് ഈക്വൽ ടു, അപ്പോൾ എക്സ് എന്ന് പറയുന്ന ഒരു കണ്ടിന്യൂസ് റാൻഡം വേരിയബിളിൻ്റെ പ്രോബബിലിറ്റിയാണ് കാണേണ്ടത്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എക്സിൻ്റെ PDF-നെ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യണം. ഇവിടെ പറഞ്ഞിരിക്കുന്ന റേഞ്ച്, ഇവിടെ പറഞ്ഞിരിക്കുന്ന ഏത് റേഞ്ചാണ്, ഇവിടെ പറഞ്ഞിരിക്കുന്ന എക്സിൻ്റെ വാല്യൂ 2.5-ൻ്റെയും 3.5-ൻ്റെയും ഇടയിൽ കിടക്കണം. അപ്പോൾ നമ്മളെ റേഞ്ച് എന്താണ്, ഇൻ്റഗ്രൽ 2.5 to 3.5 എഫ് ഓഫ് എക്സ് ഡി എക്സ് അല്ലേ. അപ്പോൾ നമ്മൾ PDF നോക്കി, PDF 2-ൻ്റെയും 4-ൻ്റെയും ഇടയിലാണെങ്കിൽ PDF 3 + 2x/18 എന്ന് പറയും. അപ്പോൾ 2.5 എന്ന് പറഞ്ഞാലും 3.5 എന്ന് പറഞ്ഞാലും ആ രണ്ട് വാല്യൂസും നമ്മൾ 2-ൻ്റെയും 4 എന്ന് പറയുന്ന ആ ഇൻ്റർവെല്ലിൻ്റെ ഉള്ളിലാണ് കിടക്കുന്നത്. അപ്പോൾ അവരുടെ PDF എന്തുതന്നെയായിരിക്കും, കംപ്ലീറ്റ് റേഞ്ചിൽ 3 + 2x/18 ആയിരിക്കും. അപ്പോൾ ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് ഇൻ്റഗ്രൽ 2.5 to 3.5 എഫ് ഓഫ് എക്സ് ഇസ് 3 + 2x/18 dx, which is equal to, ഇപ്പോൾ ഇവിടെ 1/18 നമുക്ക് പുറത്തേക്ക് എടുത്ത് വയ്ക്കാം. ഇൻ്റഗ്രൽ 2.5 to 3.5 3 + 2x dx, which is equal to 1/18 into 3-നെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ 3x plus 2x-നെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ 2 into x² 2ഉം 2ഉം ക്യാൻസൽ ചെയ്തു. ബിറ്റ്വീൻ ലിമിറ്റ്സ് 2.5 and 3.5 എന്ന് വരുന്നു, വിച്ച് ഇസ് ഈക്വൽ ടു 1/18 ഇൻറ്റു, ഇവിടെ എക്സിന് അപ്പർ ലിമിറ്റ് ആയിട്ടുള്ള 3.5 ആദ്യം കൊടുക്കാം. അപ്പോൾ 3 into 3.5 പ്ലസ് 3.5 സ്ക്വയർ മൈനസ് ഞാൻ ലോവർ ലിമിറ്റ് ആയിട്ടുള്ള 2.5 കൊടുക്കുകയാണ്. 3 into 2.5 ഇവിടെയും പ്ലസ് ആണ് വരുന്നത്, 2.5 സ്ക്വയർ. ഇങ്ങനെയാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ഇതിനെ നമ്മൾ സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ വാല്യൂസ് എല്ലാം കൊടുത്ത് നമുക്ക് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് വരുന്ന ആൻസർ 1/2 എന്നുള്ള വാല്യൂ ആണ്. ഇനി നമ്മളോട് സെക്കൻഡ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഫൈൻഡ് പ്രോബബിലിറ്റി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3 ആണ്. അതായത് നമ്മൾ റാൻഡം വേരിയബിൾ എക്സിൻ്റെ വാല്യൂ 3യോ 3-നെക്കാട്ടോ കൂടുതലാവും. അപ്പോൾ 3യോ 3-നെക്കാട്ടോ കൂടുതലാവുക എന്ന് പറഞ്ഞാൽ 3-നെക്കാട്ടും കൂടിയിട്ട് ഇയാൾക്ക് ഏതുവരെ പോവാം, ഇൻഫിനിറ്റി വരെ, പ്ലസ് ഇൻഫിനിറ്റി വരെ പോവും. അപ്പോൾ നമ്മൾ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3 എന്ന് പറഞ്ഞാൽ നമ്മളെ റേഞ്ച് എന്താണ്, 3 മുതൽ ഇൻഫിനിറ്റി വരെയാണ് നമുക്ക് റേഞ്ച് കിട്ടുന്നത് അല്ലേ. ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് ഇൻ്റഗ്രൽ 3 to ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് നമുക്ക് പറയും. പക്ഷെ നമ്മൾ നോക്കുമ്പോൾ 3 മുതൽ ഇൻഫിനിറ്റി വരെ കംപ്ലീറ്റ് ഒരേ എഫ് ഓഫ് എക്സ് ആണോ നമുക്ക് വരുന്നത്, അല്ല. 3 മുതൽ 4 വരെ ഓക്കെ നമുക്ക് വരുന്നത് 3 + 2x/18 എന്ന് പറയുന്ന PDF ആണ് അല്ലേ. പക്ഷേ 4 കഴിഞ്ഞു കഴിഞ്ഞാൽ എഫ് ഓഫ് എക്സ് മാറി, അത് 0 ആയി. അപ്പോൾ നമ്മുടെ റേഞ്ച് മാറുന്നതിനനുസരിച്ചിട്ട് നമ്മൾ ഇൻ്റഗ്രലിനെ 2 കഷ്ണങ്ങളായിട്ട് മുറിക്കാൻ പോവുകയാണ്. എങ്ങനെയാണ്, ഇൻ്റഗ്രൽ 3 to 4ഉം പിന്നെ 4 to ഇൻ്റഗ്രൽ 4 to ഇൻഫിനിറ്റി. ഇൻ്റഗ്രൽ 3 to 4 എഫ് ഓഫ് എക്സ് ഡി എക്സ് പ്ലസ് ഇൻ്റഗ്രൽ 4 to ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ഡി എക്സ്. ഇങ്ങനെ 2 കഷ്ണങ്ങളായിട്ട് നമ്മൾ ഇൻ്റഗ്രലിനെ മുറിച്ചു. അതിൽ ഫസ്റ്റ് പീസിലേക്ക് നോക്കാം. ഇൻ്റഗ്രൽ 3 to 4 ആ റേഞ്ചിൻ്റെ ഉള്ളിൽ എഫ് ഓഫ് എക്സ് എന്താണ്, 3 to 4-ൻ്റെ ഉള്ളിൽ എഫ് ഓഫ് എക്സ് 3 + 2x/18 ആണ് ഡി എക്സ് പ്ലസ് ഇൻ്റഗ്രൽ 4 to ഇൻഫിനിറ്റി 4 കഴിഞ്ഞു കഴിഞ്ഞാൽ എഫ് ഓഫ് എക്സ് എന്താണ്, 0 ആണ്. അപ്പോൾ ഈ ടേം 0 ആയിട്ട് പോകും അല്ലേ. അപ്പോൾ ഇയാളെ മാത്രം നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യാം. 1/18 ഇൻറ്റു ഇൻ്റഗ്രൽ 3 to 4 3 + 2x dx. അപ്പം വീണ്ടും നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു. നമുക്ക് വരുന്നത് 1/18 ഇൻറ്റു 3-നെ ഇൻ്റഗ്രേറ്റ് ചെയ്തപ്പോൾ 3x പ്ലസ് 2x-നെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ 2 into x² 2, ദാറ്റ് ഈസ് x² അല്ലേ. ബിറ്റ്വീൻ ലിമിറ്റ്സ് 3 and 4 വരും അല്ലേ. അപ്പോൾ നമ്മൾ അപ്പർ ലിമിറ്റ് 4 കൊടുക്കുന്നു, ലോവർ ലിമിറ്റ് 3 കൊടുക്കുന്നു. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വരാൻ പോകുന്ന ആൻസർ ഇവിടെ 5/9 ആണ്.
ഇനി നമ്മൾ തേർഡ് ക്വസ്റ്റ്യനിലേക്കാണ് പോകുന്നത്. തേർഡ് ക്വസ്റ്റ്യൻ, പ്രോബബിലിറ്റി ഓഫ് 1 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 3 ദാറ്റ് ഈസ് ഈക്വൽ ടു, അപ്പോൾ എക്സിൻ്റെ വാല്യൂ 1ൻ്റെയും 3ൻ്റെയും ഇടയിൽ കിടക്കാനുള്ള പ്രോബബിലിറ്റി. നമ്മൾ PDF-നെ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു ഇൻ ദ റേഞ്ച് 1 to 3. അപ്പോൾ നമ്മൾ നോക്കി 1ൻ്റെയും 3ൻ്റെയും ഇടയിൽ ഒരേ PDF ആണോ വരുന്നത് എന്ന് നോക്കി. അല്ല, 1 മുതൽ 2 വരെയൊക്കെ നമ്മൾ f(x) 0 ഉള്ള PDF ആണ് വരുന്നത്. ആൻഡ് 2 കഴിഞ്ഞാലാണ് നമുക്ക് f(x) എന്ത് വരുന്നത്, 3 + 2x/18 വരുന്നത്. അപ്പോൾ നമുക്കിതിനെങ്ങനെ എഴുതാം, ഈ റേഞ്ചിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യാൻ പോവുകയാണ് മാറ്റം വരുന്ന പോയിന്റ് വെച്ചിട്ട്. 2 എന്നാണ് മാറ്റം വരുന്നത്. അപ്പം ഇൻ്റഗ്രൽ 1 to 2 എന്നും ഇൻ്റഗ്രൽ 2 to 3 എന്നും ഇയാളെ സ്പ്ലിറ്റ് ചെയ്യാം. ഇൻ്റഗ്രൽ 1 to 2 f(x) dx പ്ലസ് ഇൻ്റഗ്രൽ 2 to 3 f(x) dx. അപ്പോൾ ഇവിടെ നോക്കുമ്പം ഈ 1 to 2 എന്ന് പറഞ്ഞ റേഞ്ചിൽ f(x) എന്താണ്, 0 ആണ് അല്ലേ. 0 dx പ്ലസ് 2 to 3 എന്ന് പറയുന്ന റേഞ്ചിൽ f(x) എന്താണ്, 3 + 2x ഡിവൈഡഡ് ബൈ 18 dx ആണ്. ഈ ടേം 0 ആയിപ്പോയി. ഇവിടെ 1/18 നമ്മൾ പുറത്തേക്ക് വെച്ചു. 3നെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 3x പ്ലസ് 2 ഇൻറ്റു എക്സിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ x²/2 ഇസ് x² അല്ലേ. ബിറ്റ്വീൻ ലിമിറ്റ്സ് 2 and 3. ഇവിടെ നമ്മൾ എക്സിന് ആദ്യം അപ്പർ ലിമിറ്റ് ആയിട്ടുള്ള 3 കൊടുക്കും, മൈനസ് ഇവിടെ എക്സിന് ലോവർ ലിമിറ്റ് ആയിട്ടുള്ള 2 കൊടുക്കും. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് വരാൻ പോകുന്ന ആൻസർ 4/9 ആണ്.